പിന്നെ തണ്ടരുകൊണ്ട് പിന്നെ വരുന്നത് വരട്ടെ എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് അന്നു മുതൽ ഇന്നേ വരെയുള്ള സംഘടനാ പ്രവർത്തനം. സത്യം പറഞ്ഞാൽ സുനി ചോപ്രയുടെ കണ്ണിന്നിങ്ങനെ വെള്ളം ഒഴുകുന്ന കാഴ്ചയാണ് ഞാൻ യഥാർത്ഥത്തിൽ കാണുന്നത്. ഇതാണോ അമ്മ അതേന്ന് പറഞ്ഞു. അപ്പുവും ചാത്തുക്കുട്ടിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ പീരങ്കി പടയുടെ വെടിയുണ്ട ഏറ്റ് രക്തസാക്ഷികളാകേണ്ടി വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികൾ. അപ്പോൾ ഈ 70കളിൽ തന്നെയാണ് പിന്നെ അടിയന്തരാവസ്ഥ വരുന്നതും. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ നിന്ന് പാസ്സായി അങ്ങനെ അധ്യാപകനായി. ഒരു 18-ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ അധ്യാപകനായിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ക്ലാസ് മതിയാക്കി, ആളുകളോട് പിരിയാൻ പറഞ്ഞു. പക്ഷേ ആളുകൾ പിരിയുന്നില്ല. പോലീസ് എത്തുകയും അവിടെ വെച്ച് തന്നെ അടി ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളെല്ലാം അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ അടിക്കുന്നത്. ശ്രീ എം വി ഗോവിന്ദൻ എന്ന രാഷ്ട്രീയക്കാരനെയും കമ്മ്യൂണിസ്റ്റുകാരനെയും ഒക്കെ നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തെ രൂപപ്പെടുത്തിയ എം വി ഗോവിന്ദൻ എന്ന രാഷ്ട്രീയക്കാരനെയും കമ്മ്യൂണിസ്റ്റുകാരനെയും രൂപപ്പെടുത്തിയ ആദ്യകാല സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പലർക്കും അറിയില്ല. അതറിയാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. ആദ്യമായി മാഷോട് ചോദിക്കാനുള്ളത്, ഒരു വലിയ ഒരു ആഫ്രിക്കൻ പ്രോവർബ് ഉണ്ട്, ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ്. ഒരു ഗ്രാമം മുഴുവൻ പരിശ്രമിച്ചാൽ മാത്രമേ ഒരു കുട്ടിയെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെ കുട്ടിയെ വളർത്താൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം മൊറാഴ എന്നൊരു ഗ്രാമത്തിൽ ജനിച്ച അങ്ങക്ക് ആ ഗ്രാമം എങ്ങനെയാണ് താങ്കളുടെ ഒരു ഭാവിയിലുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് അങ്ങ് ജനിച്ചപ്പോൾ തന്നെയുള്ള ആ ഗ്രാമം എങ്ങനെയാണ് ആ ഗ്രാമം വളരെയധികം മാറിയത്? പ്രത്യേകിച്ച് 13 വർഷത്തിന് ശേഷം, മൊറാഴ സംഭവം കഴിഞ്ഞതിന് ശേഷം 13 വർഷത്തിന് ശേഷമാണ് അങ്ങ് ജനിക്കുന്നത്. ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്രാമം എങ്ങനെ മാറി, അത് എങ്ങനെ താങ്കളെ സ്വാധീനിച്ചു? ഞാൻ ജനിച്ചു വളർന്ന നാട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു പോരാട്ട ഭൂമിയാണ്. ദേശീയ സ്വാതന്ത്ര്യം നേടുന്നതിനു വേണ്ടി അന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നല്ലൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരായിട്ട് മാറി. സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം ഇതെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിൽ 1940 സെപ്റ്റംബർ 15 ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ നിലപാടുകൾക്കെതിരായി ചെമ്പതാക ഉയർത്തിക്കൊണ്ട് അതുവരെ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരായിട്ട് പ്രവർത്തിച്ച എല്ലാവരും, മിക്കവാറും ആളുകൾ, വളരെ അപൂർവം ആളുകൾ ഒഴിച്ച് കമ്മ്യൂണിസ്റ്റുകാരായിട്ട് മാറിയ സാഹചര്യത്തിൽ പരസ്യമായിട്ട് നേരിട്ട് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു സാമ്രാജ്യത്വ വിരുദ്ധ ദിനം. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് നടത്താൻ തീരുമാനിച്ചത്. അന്നാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികൾ ഉണ്ടായത്. അത് തലശ്ശേരിയാണ്. അപ്പുവും ചാത്തുക്കുട്ടിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ പീരങ്കി പടയുടെ വെടിയുണ്ട ഏറ്റ് രക്തസാക്ഷികളാകേണ്ടി വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികൾ. അത് സെപ്റ്റംബർ 15, 1940. അന്നേ ദിവസമാണ് മൊറാഴ സംഭവം നടക്കുന്നത്. മൊറാഴ സംഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരാണ് അത് സംഘടിപ്പിച്ചത്. അതുവരെ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ലേബിളിൽ പ്രവർത്തിക്കുകയായിരുന്നു. അന്നാണ് ചെമ്പതാക ഉയർത്തി അവരാദ്യമായി നേരിട്ട് 100 കണക്കിന് ആളുകളെ സംഘടിപ്പിച്ച് അവിടെയും, അതായത് മൊറാഴയും മട്ടന്നൂരും പയ്യന്നൂരും തലശ്ശേരിയും എല്ലാം രംഗത്ത് വന്നത്. ആ ദിവസം ഒരു തരത്തിലുള്ള സമ്മേളനവും നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച് മർദ്ദകവീരനായ കുട്ടിക്കൃഷ്ണ മേനോൻ സർക്കിൾ ഇൻസ്പെക്ടറും
ഗോപാലൻ നായർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്ന് നിരോധിക്കുകയും ലാത്തിചാർജ് നടത്തുകയും പിന്നീട് വെടിവെപ്പ് നടത്തുകയും ചെയ്യുന്ന സാഹചര്യം വന്നപ്പോൾ അവിടെ ഒത്തുചേർന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ജനങ്ങൾ ചെറുത്തു നിൽക്കുകയും കുട്ടികൃഷ്ണ മേനോൻ അവിടെ തന്നെയും പിന്നീട് ഗോപാലൻ നായർ എന്ന് പറയുന്ന ആൾ പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരിക്കുന്ന അവസ്ഥയുണ്ടായി. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു. ഒരു ജനത ഒന്നടങ്കം ചേർന്ന് ഭരണകൂടത്തിൻ്റെ കിങ്കരന്മാരുമായിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യം. ആ സാഹചര്യത്തെ തുടർന്ന് ബ്രിട്ടനിൽ ഉൾപ്പെടെയുള്ള വാർത്താമാധ്യമങ്ങൾ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. കാരണം സിവിലിയൻ ജനവിഭാഗങ്ങൾ ഭരണകൂടവുമായിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് ലോകം ശ്രദ്ധിച്ച ഏറ്റവും ശ്രദ്ധേയമായ ഒരു പോരാട്ടത്തിൻ്റെ വേദിയാണ് എൻ്റെ നാട് മോറാഴ. അതാണ് മോറാഴയുടെ പ്രത്യേകത. അതിന് ഇവിടെ പറഞ്ഞതുപോലെ അതിന് കുറേ കൊല്ലത്തിന് ശേഷം ജനിച്ച ഞാൻ കാണുന്നത്, വളരുന്നത് ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേക വളർച്ചയുടെ വികാസത്തിൻ്റെ വേലിയേറ്റം നടന്ന ഒരു പ്രദേശത്താണ്. അതിൻ്റെ ആദ്യം മുതൽ എല്ലാ ഘട്ടത്തിലും ആ പ്രസ്ഥാനം അതിശക്തിയായിട്ട് നിലകൊള്ളുന്ന എൻ്റെ നാട്, എൻ്റെ നാടിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട വായനശാലകൾ, ഗ്രന്ഥശാലകൾ, സ്കൂളുകൾ, പിന്നീട് ഞങ്ങൾ തന്നെ ഇടപെട്ട് കൊണ്ടുവന്നിട്ടുള്ള ഈ സ്കൂള്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്, അതേപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് വന്ന കോളേജ്, ആദ്യം ഹൈസ്കൂളാണ് തുടങ്ങിയതെങ്കിൽ പിന്നീട് കോളേജായി, ഇപ്പോഴും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട കോളേജായിട്ട് മാറി. വിവിധ രീതിയിൽ അതിൻ്റെ വളർച്ച മുന്നോട്ടേക്ക് വന്നു. നാട് സ്വയം വളരുകയല്ല, നാട് സ്വയം ജനങ്ങളെ രൂപപ്പെടുത്തിയിട്ടുണ്ട്, വളർത്തിയിട്ടുണ്ട്. അതിൻ്റെ വളർച്ചയിൽ നിന്ന് നാടും നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഞാൻ ജനിക്കുകയും വളരുകയും പ്രവർത്തിക്കുകയും ചെയ്തത് എന്നുള്ളത്. ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അവിടെ മത്സരിക്കാൻ ആളുണ്ടായിരുന്നില്ല, മത്സരിച്ചിട്ടുമില്ല, സ്ഥാനാർത്ഥിയേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് മൊറാഴ ഉൾക്കൊള്ളുന്ന ആന്തൂർ മുനിസിപ്പാലിറ്റി. എതിരില്ലാണ്ട് ജയിച്ച 5 സീറ്റും അതിലുണ്ടായിരുന്ന 29-ൽ ഒന്നുപോലും ആർക്കും ലഭിച്ചില്ല. വോട്ടിൻ്റെ വ്യത്യാസം ഏതാണ്ട് 80% വ്യത്യാസമാണ് അധികം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. അങ്ങനെയുള്ളൊരു നാടാണ് മൊറാഴ ഉൾക്കൊള്ളുന്ന ആന്തൂർ മുനിസിപ്പാലിറ്റിയിലാണ് പ്രതിപക്ഷമില്ലാത്ത ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ ഒരേ ഒരു മുനിസിപ്പാലിറ്റി ആയിരിക്കും. ആ മുനിസിപ്പാലിറ്റി ആന്തൂർ മുനിസിപ്പാലിറ്റിയാണ്. അവിടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വളർച്ചയ്ക്ക് രൂപം നൽകിയ സംഭവം സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മൊറാഴ സംഭവം ഉൾക്കൊള്ളുന്നതാണ്. അതെല്ലാം ചേർന്നാണ് ഞാനും കൂടി ചേർന്നാണ് മൊറാഴയും നമ്മുടെ നാടും വികസിച്ചത്. കുടുംബ പശ്ചാത്തലം അതിനെപ്പറ്റി ഒന്ന് പറയുമോ? കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നോ ജനിക്കുമ്പോഴേ തന്നെ? കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു. എൻ്റെ അമ്മാവനൊക്കെ പാർട്ടി മെമ്പർഷിപ്പിൽ തന്നെയുള്ള ആളായിരുന്നു. ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പമല്ല താമസിച്ച് വളർന്നത്, അമ്മാവൻ്റെയും അച്ഛമ്മയുടെയും ഒപ്പമായിരുന്നു. അതാണ് മൊറാഴ ജനിക്കുകയും മൊറാഴ തന്നെ വളരുകയും ചെയ്തു. അങ്ങനെയാണ്. അമ്മയെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സുനി ചോപ്രയുമായി ബന്ധപ്പെട്ട എന്ന് വെച്ചാൽ നമ്മുടെ മരിച്ചുപോയ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായ സുനി ചോപ്ര ഒരു തവണ കണ്ണൂർ സന്ദർശിച്ചപ്പം മാഷ് കാറിൽ പോകുമ്പോൾ സുനി ചോപ്ര അമ്മയെ പരിചയപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അമ്മ ആദ്യം മുതലേ കർഷക തൊഴിലാളിയാണ്. അപ്പോൾ ഞാനും സുനിത്ത് ഉൾപ്പെടെ പോകുന്ന സന്ദർഭത്തിൽ പറശ്ശിനിക്കടവിനടുത്ത് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അമ്മ ആ പണിയിലുണ്ട്. അപ്പോൾ കാറ് അതുവഴി കടന്നു പോകുമ്പോഴാണ് കാണുന്നത്. കണ്ടപ്പോൾ നിർത്തി കണ്ടു, സംസാരിച്ചു. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു കാര്യം സുനി ചോപ്ര പ്രതീക്ഷിക്കുന്നേയില്ല. സത്യം പറഞ്ഞാൽ സുനി ചോപ്രയുടെ കണ്ണിന്നിങ്ങനെ വെള്ളം ഒഴുകുന്ന കാഴ്ചയാണ് ഞാൻ യഥാർത്ഥത്തിൽ കാണുന്നത്. ഇതാണോ അമ്മ അതേന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു വൈകാരിക തലം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാത്ത ഒന്ന് കാണുകയാണല്ലോ. അതാണ് അതിൻ്റെ അടിസ്ഥാനം, വേറെ കാര്യമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പിന്നണിയിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരെല്ലാം വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ കുടുംബ പശ്ചാത്തലമൊക്കെ തികച്ചും തൊഴിലാളി എന്ന രീതിയിൽ, അല്ലെങ്കിൽ കർഷക തൊഴിലാളി എന്ന രീതിയിലുള്ള, റോഡ് പണിക്കാർ എന്ന രീതിയിലുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത് എന്നർത്ഥം. അത് പലപ്പോഴും പറയുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ സുനി ചോപ്ര വികാരപരമായിട്ട്
പറയാറുണ്ട്, എഴുതാറുണ്ട് എന്നുള്ളതാണ് സത്യം. ഇങ്ങനെയൊരു സംഭവം. അപ്പം അമ്മക്ക് മാഷ് രാഷ്ട്രീയത്തിൽ ചേരുന്നതിനെ പറ്റി, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി മാറുന്നതിനെ പറ്റി അമ്മയുടെ അഭിപ്രായം എന്തായിരുന്നു? നമുക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നതായിരിക്കുമല്ലോ? അല്ല, അമ്മയും അച്ഛനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ എൻ്റെ അച്ഛമ്മയും അതുപോലെ തന്നെ ഈ പറയുന്ന മാവനും എല്ലാവരും തന്നെ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ തന്നെയാണ് എല്ലാവരും. അതുകൊണ്ട് എവിടെ പോകണോ ഇവിടെ വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പ്രത്യേക ആലോചനയും ചെയ്തൊന്നും വേണ്ട. വളരെ ചെറുതായിരിക്കുമ്പോൾ ബുദ്ധി ഉറക്കുന്ന കാലം മുതൽ രാവിലെ നടക്കുന്ന പ്രഭാത വേദിയിലും വൈകുന്നേരം നടക്കുന്ന പ്രകടനങ്ങളിലും കാണുന്ന പൊതുയോഗങ്ങളിലും എല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുക. സ്ഥിരമായിട്ട് വായനശാലയിൽ പോവുക, അവിടെ ബാലസംഘം ഉണ്ടാക്കുക, ബാലസംഘത്തിൻ്റെ സംഘാടകനാകുക, പുസ്തകം വായിക്കുക. ഇങ്ങനെയാണ് സമൂഹ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ടത് എന്ന ബാലപാഠങ്ങൾ ബാലസംഘത്തിൽ നിന്ന്, അന്ന് ഇപ്പോഴുള്ള ബാലസംഘമല്ല, 1960കളുടെ ആദ്യം ഞങ്ങളവിടെ തന്നെ രൂപീകരിച്ച മൊറാട ബാലസംഘം, അതുപോലെ തന്നെ കരിവള്ളൂർ ഒരു ബാലസംഘം, അഴീക്കോട് ഒരു ബാലസംഘം, അങ്ങനെ 3-4 ബാലസംഘം ഉണ്ടായിരുന്ന സന്ദർഭത്തിലൊരു ബാലസംഘം. ആ ബാലസംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെയേറെ ശ്രദ്ധേയമായ രീതിയിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗമായി CH നാരായണ മാസ്റ്റർ ഉൾപ്പെടെ പത്മനാഭൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ക്ലാസ് എടുക്കുക. അപ്പോൾ സിഗരറ്റ് വലിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം, ഇതെല്ലാം ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ. എന്ന് പറഞ്ഞാൽ LP സ്കൂൾ UP സ്കൂൾ പഠിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങളെല്ലാം കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അത് ജീവിതത്തിൽ പകർത്താനായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ നിലയിലേക്ക് രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വഭാവ രൂപീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകമായി പ്രവർത്തിച്ചത്. അന്ന് ഈ ബാലസംഘത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിലായിരിക്കുമല്ലോ ഈ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നത് 64-ലെ. ആ കാലഘട്ടത്തിനെ പറ്റി എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു വികാരപരമായിട്ട് അതിനെ സമീപിച്ച ഒരുപാട് ആളുകളുണ്ട്. അന്ന് മാഷ് ചെറുതാണെങ്കിൽ എങ്ങനെയാണ് അത് ആ പ്രദേശവും മാഷും അതിനെ ഉൾക്കൊണ്ടത്? ഈ മൊറാഴിയിൽ യഥാർത്ഥത്തിൽ AKG EMS ഭക്തന്മാരാണ് പാർട്ടി പ്രമുഖ എല്ലാവരും. അപ്പോൾ അവിടെ പ്രാദേശിക ഇടത്തരം മേഖലയിലുള്ള നേതാക്കളെല്ലാം അന്ന് അപൂർവം 1-2 ആൾ ഒഴിച്ച് ബാക്കി മുഴുവൻ CPM-ലാണ്. അപ്പോൾ പിന്നെ അവിടെ സംഘർഷാത്മകമായ ഒരു സാഹചര്യം മാനസികമായിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. എല്ലാവരും CPM-ലാണ്, ഞങ്ങളെല്ലാം CPM-ആയിട്ട് മാറുന്ന എന്ന് പറഞ്ഞാൽ അന്ന് ബാലസംഘമാണ് 64-ലാണല്ലോ വളരുന്നത്. ആ സന്ദർഭത്തിലൊക്കെ ഞങ്ങൾ ബാലസംഘത്തിൻ്റെ പ്രവർത്തകരായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അതിന് അവിടെ ഒരു ബദൽ ശക്തി പോലെ CPI ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഏകദേശം ഒരു 67-68 കാലഘട്ടത്തിൽ ഈ നക്സൽ മൂവ്മെൻറ്റ് വന്നപ്പോൾ, നക്സൽ ബാരി സംഭവമൊക്കെ നടന്നതിന് ശേഷം ഒരു തീവ്ര ഒരു അഭിപ്രായങ്ങൾ അവിടെ രൂപപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അന്ന് ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ്, എന്താണ് പൊതുവെയുള്ള, ഏത് രീതിയിലാണ് ജനങ്ങൾ പ്രതികരിച്ചത്? യഥാർത്ഥത്തിൽ വലതുപക്ഷ നിലപാടുകൾക്കെതിരായിട്ട് ശരിയായൊരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാടനുസരിച്ച് CPIM മുന്നോട്ടേക്ക് വന്നപ്പോൾ CPIM-ൻ്റെ അകത്ത് തന്നെ അതിശക്തിയായ രീതിയിലുള്ള ആശയ സംഘർഷങ്ങളിൽ നിന്നാണ് തീവ്ര ഇടതുപക്ഷ സാഹസിക സമീപനം ഉൾത്തിരിഞ്ഞു വരുന്നത്. അത് ബംഗാളിൽ അന്നത്തെ ഗവൺമെൻറ്റും അവിടെ ഉണ്ടായിരുന്ന ചില സംഭവങ്ങളിലും അടിസ്ഥാനം നക്സൽ ബാരി അതാണ് അതിൻ്റെ തുടക്കം പറയുന്നത്. ചൈനീസ് മാർഗമാണ് നമ്മുടെ വിപ്ലവത്തിൻ്റെ മാർഗമെന്നും ചൈനീസ് മാർഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിപ്ലവമാണ് ഇന്ത്യയിൽ നടക്കേണ്ടത് എന്നും നമ്മുടെ ചെയർമാൻ മാവോസെ തൂങ്ങാണെന്നും പറയുന്ന ഒരു തെറ്റായ പ്രവണതയിലേക്ക് കുറേ ആളുകൾ CPIM-ൻ്റെ ഭാഗമായിട്ട് നിന്നവർ തന്നെ ബംഗാളിലായാലും ആന്ധ്രയിലായാലും കേരളത്തിലായാലും ഒക്കെ ഈ 1967-68 ആ ഘട്ടത്തിൽ മാറിപ്പോകുന്ന സ്ഥിതി ഉണ്ടായി. അത് പക്ഷേ വിപ്ലവകരമായ ഒരു ആശയമാണ് എന്ന് ധരിച്ചു വന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ അതിലൊന്നും വിപ്ലവകരമായ ഉള്ളടക്കമില്ല എന്നും തെറ്റായ പ്രവണതയിലെ നേരത്തെ വലതുപക്ഷ ആശയഗതിയെ പോലെ തന്നെ ഇത് തീവ്ര ഇടതുപക്ഷമാണ് എന്നും അത് മാർക്സിസ്റ്റ് ലെനിനിസത്തിന് അനുകൂലമല്ല, എതിരാണ് എന്നും മനസ്സിലാക്കുന്നതോടുകൂടിയാണ് അതിൻ്റെ തിരുത്തലുകൾ എന്ന് എല്ലാവരും തന്നെ ഈ നക്സൽ മൂവ്മെൻറ്റിൽ നിന്ന് മാറി ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം തന്നെ CPIM-ൻ്റെ ഒപ്പം തന്നെ മുന്നോട്ടേക്ക് പോകുന്ന സ്ഥിതി കുറച്ച് കൊല്ലം കൊണ്ട് ഉണ്ടായത്. പക്ഷേ ആ ഒരു അന്തരാള ഘട്ടം എന്ന് പറയുന്നത് നല്ല ആശയ സമരം നടന്ന, വലിയ രീതിയിലുള്ള ദാർശനിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഞങ്ങളെല്ലാം കൂടുതൽ പഠിക്കാനും കൂടുതൽ ചർച്ച ചെയ്യാനും കൂടുതൽ പ്രഭാഷണങ്ങളിലേക്ക്, അതുപോലെ തന്നെ സിമ്പോസിയം, സെമിനാർ, അന്നൊക്കെ അത് വളരെ പ്രധാനമായിരുന്നു. നേരിട്ട് ഏറ്റുമുട്ടലായിരുന്നു ആശയരംഗത്ത്. അത്തരത്തിലുള്ള ഒരു പ്രതലം സൃഷ്ടിക്കുന്നതിൽ ഈ മൂവ്മെൻറ്റ് സഹായിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. നക്സലൈറ്റ് മൂവ്മെൻറ്റ് അത് പൊളിഞ്ഞുപോയി, തകർന്നുപോയി.
പിന്നെ ഈ മാഷ് പിന്നെ സാധാരണ ഞാൻ അറിയുന്ന ഒരു മാഷെ പറ്റിയുള്ള ഒരു വായനയിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ബാലസംഘത്തിന് ശേഷം മാഷ് നേരെ യുവജന സംഘടനയല്ല പോയത്. വിദ്യാഭ്യാസ മേഖലയിൽ മാഷ് പ്രവർത്തിച്ചിട്ടില്ലേ? വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ SFI അന്ന് KSF ആണ്. KSFിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്ക് യുവജന സംഘടന രൂപീകരിക്കുന്ന ഘട്ടം വന്നു. 1967, 68, 69 ആകുമ്പോഴേക്ക് തന്നെ KSYF രൂപീകരണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള കണ്ണൂർ ജില്ലാ യുവജന ഫെഡറേഷൻ. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ പാർട്ടി ഓഫീസ് സെക്രട്ടറി ആയിട്ട് മാറുന്നതല്ല. അങ്ങനെയൊക്കെ വന്ന പശ്ചാത്തലത്തിലാണ് നേരിട്ട് യുവജന പ്രസ്ഥാനത്തിലേക്ക് തന്നെ സജീവമായിട്ട് വരാൻ ഇടയായത്. അങ്ങനെ 1969, 70 ഘട്ടമാകുമ്പോഴേക്ക് ഈ KSYF രൂപീകരണം നടന്നു. ആ രൂപീകരണത്തോടുകൂടി കണ്ണൂർ ജില്ലയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന നിലയാണ് പിന്നെ സ്വീകരിച്ചത്. അപ്പോഴേക്ക് ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ നിന്ന് അവിടെ നിന്ന് പാസ്സായി. അങ്ങനെ അധ്യാപകനായി. ഒരു 18-ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ അധ്യാപകനായിട്ടുണ്ട്. അതുകൊണ്ട് SFI പ്രവർത്തിക്കാനുള്ള ചാൻസ് കുറവായിരുന്നു. SFI രൂപീകരിക്കുന്ന ഘട്ടമാകുമ്പോഴേക്കും ഞാൻ അധ്യാപകനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ഞാൻ പ്രവർത്തിച്ചത് യുവജന പ്രസ്ഥാനത്തിലാണ്. അത് സുദീർഘമായ ഒരു കാലമായിരുന്നു. 1986, 87 വരെയുള്ള കാലം മുഴുവൻ പിന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയായി, പ്രസിഡൻ്റായി, വില്ലേജ് സെക്രട്ടറിയായി, വില്ലേജ് പ്രസിഡൻ്റായി, ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി, പ്രസിഡൻ്റായി, ജില്ലാ പ്രസിഡൻ്റായി, ജില്ലാ സെക്രട്ടറി, അങ്ങനെയാണ്. അങ്ങനെ സംസ്ഥാന പ്രസിഡൻ്റായി, സംസ്ഥാന സെക്രട്ടറിയായി, അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ഭാഗമായി, അതിൻ്റെ പ്രിപ്പറേറ്ററി കമ്മിറ്റിയായി, അങ്ങനെ യുവജന പ്രസ്ഥാനത്തിലാണ് നീണ്ട കാലം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാനിടയായത്. മാഷ് 70-കളിൽ ആകുമ്പോഴേക്ക് മാഷ് കൂടുതൽ അധ്യാപകനായി. അല്ല മാത്രമല്ല രാഷ്ട്രീയ പക്വത കൂടുതൽ ആർജിച്ച ഒരു വ്യക്തിയായി മാറി തീർച്ചയായും. കാര്യം അപ്പോൾ ഈ 70-കളിൽ തന്നെയാണ് പിന്നെ അടിയന്തരാവസ്ഥ വരുന്നതും അറസ്റ്റിലാകുന്നതും. അതുപോലെ ആ സന്ദർഭങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് ആ കാലഘട്ടം, പ്രത്യേകിച്ച് 70 അടിയന്തരാവസ്ഥ ഘട്ടമാകുമ്പോഴേക്ക് KSYFിൻ്റെ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. അങ്ങനെ അടിയന്തരാവസ്ഥയിൽ യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കുറച്ച് ആഴ്ച കഴിഞ്ഞപ്പോൾ കുടിയാമലയിൽ ഒരു രക്തസാക്ഷി ദിനാചരണമുണ്ട്. ആദ്യത്തെ KSYFിൻ്റെ രക്തസാക്ഷിയാണ് സുകുമാരൻ കണ്ണൂരിൽ. അങ്ങനെ സുകുമാരൻ രക്തസാക്ഷി ദിനത്തിന് വേണ്ടി കുടിയാമല എന്ന് പറയുന്നത് മലയോര മേഖലയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേറെ വലിയ സ്വാധീനമൊന്നുമില്ല. വളരെ അപൂർവം ആളുകൾ മാത്രം ഉണ്ടായിരുന്ന, പിന്നീട് സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട്. ആ കുടിയാമലയിൽ പോയപ്പോഴാണ് അവിടെ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അടുത്ത് പതാക ഉയർത്താൻ രാവിലെ, അതുപോലെ തന്നെ അന്ന് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായ ഭീതിയായിരുന്നു. എവിടെ പോകുമ്പോഴും കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ തന്നെ പേടിച്ചു പോകുന്നൊരവസ്ഥയാണ്. അന്നത്തെ ഗവൺമെൻറ് സംവിധാനം അങ്ങനെയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഭീതി നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഞങ്ങളവിടെ പോകുന്നത്. അവിടെ പോയി രാത്രിയാണ് എത്തുന്നത്. രാത്രി എത്തി നമ്മുടെ സഖാവിൻ്റെ വീട്ടിൽ KM ജോസഫ്, ഇപ്പം അടുത്ത് മരിച്ചുപോയ KM ജോസഫിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. രാവിലെ അവിടെ പോയി പതാക ഉയർത്തിയിട്ട് തിരിച്ച് ജോസഫിൻ്റെ വീട്ടിൽ ക്ലാസ്സാണ്, അവിടെയാണ് ക്ലാസ്, അതിന് വരാന്തയിൽ. അങ്ങനെ ക്ലാസ് നടത്തിക്കൊണ്ട് ഞാൻ ക്ലാസ്സിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് താഴത്തുനിന്ന് വളരെ ദൂരത്തുനിന്നേ പോലീസ് നടന്നു വരുന്നത് കാണുന്നത്. അപ്പോൾ പോലീസ് വന്നാൽ എന്താ ഉണ്ടാകുക നമുക്ക് നല്ല ധാരണകളുമുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ക്ലാസ് മതിയാക്കി, ആളുകളോട് പിരിയാൻ പറഞ്ഞു. പക്ഷേ ആളുകൾ പിരിയുന്നില്ല. പോലീസ് എത്തുകയും അവിടെ വെച്ച് തന്നെ അടി ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളെല്ലാം അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ അടിക്കുന്നത്. അപ്പോൾ ആളുകളെല്ലാം DIR പ്രകാരമുള്ള അറസ്റ്റാണോ? അതെ, DIR അനുസരിച്ച് ഞങ്ങളെല്ലാം അറസ്റ്റ് ചെയ്തു. ഞാൻ EP രായൻ ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ നിന്ന് പിടിച്ചു. KM ജോസഫ് ഉൾപ്പെടെയുള്ളവരെ അവിടെ നിന്ന് പിടിച്ചു. മാത്രമല്ല അവിടെ നിന്ന് പതാക ഉയർത്തിയ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ നാട്ടുകാരിങ്ങനെ ഭീതിയോടുകൂടി നോക്കുകയാണ്. അപ്പോൾ അവിടെ ജനങ്ങളുടെ മുമ്പിൽ ഇട്ടിട്ട് ഞങ്ങളെല്ലാം തല്ലുകയാണ്. അപ്പോൾ ഞങ്ങളെ തല്ലുന്നതിൻ്റെ അടിസ്ഥാനം എന്താ പറഞ്ഞാൽ, ആരെയും ഞങ്ങൾ വിടാൻ പോകുന്നില്ല, നിങ്ങളെ മാത്രമല്ല ആരെയും ഞങ്ങൾക്ക് മർദ്ദിക്കാൻ അവകാശമുണ്ട് എന്നുള്ള ഒരു അവകാശം സ്ഥാപിച്ചുകൊണ്ടാണ് ഈ അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ ഈ മർദ്ദനം നടത്തുന്നത്. പിന്നീട് അവിടുന്ന് ഞങ്ങളെ പിടിച്ചുകൊണ്ടുപോയിട്ട് ശ്രീകണ്ഠാപുരത്ത് ലോക്കൽ പിന്നിടുകയും പിന്നീട് തലശ്ശേരി കോടതിയിലേക്ക് കൊണ്ടുപോയി കോടതി ഞങ്ങളെ റിമാൻഡ് ചെയ്തു, ജയിലിലാക്കി. പിന്നെ ജയിലിലായിരുന്നു. അത് എത്ര കാലം ജയിലിലുണ്ടായിരുന്നു? ഈ പറഞ്ഞ അടിയന്തരാവസ്ഥ 1975 ജൂൺ 26 പ്രഖ്യാപിച്ച് ആഗസ്റ്റ് 2-ാം തീയതിയാണ് അറസ്റ്റ് ചെയ്യുന്നത്. ആഗസ്റ്റ് 2-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ എന്നെ 3-4 മാസം ഞാൻ ജയിലിലായി. ജയരാജൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ കുറ്റം സമ്മതിച്ചു. അപ്പോൾ പാർട്ടി ഞാൻ അധ്യാപകനായിട്ടുണ്ട് ആ സന്ദർഭമാകുമ്പോഴേക്കും. അപ്പോൾ പാർട്ടി എന്നോട് കുറ്റം സമ്മതിക്കേണ്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞൻ നായർ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ഉണ്ട്,
അദ്ദേഹം EMSന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അന്ന് ഗവൺമെൻറ് ഉള്ളപ്പോൾ. അപ്പോൾ തലശ്ശേരിയിൽ തലശ്ശേരിയിൽ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തലശ്ശേരിയിലാണ് അദ്ദേഹമാണ് എൻ്റെ വക്കീലായിട്ട് പാർട്ടി ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ മറ്റുള്ളവർ കുറ്റം സമ്മതിച്ചവർക്ക് 2 മാസത്തെ തടവ് ശിക്ഷ വിധിച്ചു. അപ്പോൾ അവരെ തലശ്ശേരി സബ് ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. ഞാൻ അപ്പോഴും സബ് ജയിലിൽ തന്നെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 4 മാസത്തിലധികം കഴിഞ്ഞപ്പോഴാണ് കേസ് പൂർത്തിയായത്. കേസ് എന്നെ വെറുതെ വിട്ടു. അതാണ് ഉണ്ടായത്. DER അനുസരിച്ചിട്ടാണ് കേസ്. അത് കഴിഞ്ഞിട്ട് അണ്ടർഗ്രൗണ്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ധൈര്യമായല്ലോ. പിന്നെ എന്താ അണ്ടർഗ്രൗണ്ട്, പിന്നെ വരുന്നത് വരട്ടെ എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് അന്ന് മുതൽ ഇന്നേ വരെയുള്ള സംഘടനാ പ്രവർത്തനം. അതാ കാര്യം. വരുന്നത് വരട്ടെ എന്നുള്ള മാനസികാവസ്ഥയിലാണ് പിന്നെ സംഘടനാ പ്രവർത്തനം. അതൊരു നല്ല ഊർജ്ജമാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ആളുകളെ ഭീതിപ്പെടുത്താനും അടിച്ചമർത്താനും വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ടാണല്ലോ ഈ കോടതിയും ജയിലറയും എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ജയിലറയിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട്, ഞങ്ങൾ ജയിലിൽ കിടന്നു എന്നുള്ളത് കൊണ്ട് ഊർജ്ജസ്വലമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാവാനും അതിൻ്റെ ശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഊർജ്ജമാണ് അത് നൽകിയത് എന്നാണ് എൻ്റെ അനുഭവം. പിന്നെ മാഷ് ഇപ്പം എൻ്റെ മാഷെ പറ്റിയുള്ള ആദ്യം ഉള്ള ഓർമ്മകളിൽ എന്താണെന്ന് വെച്ചാൽ മാഷ് സ്റ്റഡി ക്ലാസ് എടുക്കുക എന്നുള്ള ഇതാണ്. നമുക്കൊക്കെ സ്റ്റഡി ക്ലാസ് എടുത്തിട്ടില്ല. എങ്ങനെയാണ് ഈ വളരെയധികം ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു DYFI ഉണ്ടായതിന് ശേഷമുള്ള DYFIൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡൻറ്റും എല്ലാം ആയ ഒരു മനുഷ്യൻ പിന്നീട് ഈ അങ്ങനെ സ്റ്റഡി ക്ലാസ് എടുക്കുന്ന ഒരു വളരെ ഒരു എന്താ പറയുക ഒരു ഐഡിയോളജി അതിൻ്റെ മുകളിൽ ഇത്രയധികം ഒരു താല്പര്യം എങ്ങനെയാണ് താങ്കൾക്ക് വന്നത്? അതായത് ഞാൻ പറഞ്ഞല്ലോ, വളരെ ചെറുതായിരിക്കുമ്പോൾ ബാലസംഘത്ത് തുടങ്ങി. അപ്പോൾ വായന പ്രധാനപ്പെട്ടൊരു കാര്യമായി. പിന്നെ ലൈബ്രറി എന്നുള്ള രീതിയിൽ ഒരു ലൈബ്രറിയൻ, മൊറാഴ ഗ്രാമീണ ഗ്രന്ഥാലയത്തിലെ ലൈബ്രറിയനായി. അവിടെയുള്ള ആദ്യം മയിലാടും കുന്ന് പോലുള്ള നോവലുകളാണ് ഞാൻ വായിച്ചു തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ പൈങ്കിളി നോവലുകളാണ്. പിന്നീടാണ് മൂലധനം ഉൾപ്പെടെയുള്ള പുസ്തകം വായിക്കാനുള്ള ഒരു ത്വരയുണ്ടായത്. എന്ന് പറഞ്ഞാൽ ആ ലൈബ്രറിയിലുള്ള ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഏതാണ്ട് ഒരു ദിവസം ഒരു പുസ്തകം എന്ന രീതിയിൽ വായിക്കാനുള്ള ത്വരയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഈ വായനയുടെ ഭാഗമായിട്ടാണ് ഗൗരവമുള്ള പഠനത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഗൗരവമുള്ള പഠനം എന്ന് പറയുമ്പോൾ അപ്പോൾ KSYFൻ്റെ ഭാഗമായിട്ട് പിന്നെ മാറുമ്പോൾ പഠന ക്യാമ്പ്, ജില്ലാടിസ്ഥാനത്തിൽ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള പഠന ക്യാമ്പ് EMS തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് പാർട്ടി തലത്തിൽ നടത്തിയ ഈ EMS അക്കാദമിയിൽ നടത്തിയിട്ടുള്ള പഠന ക്യാമ്പ്, P. ഗോവിന്ദപിള്ള ഉൾപ്പെടെയുള്ള സഖാക്കൾ നടത്തിയിട്ടുള്ള ദാർശനികമായ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പഠന ക്യാമ്പ്, പിന്നീട് എന്താണ് സോഷ്യലിസം, എന്താണ് മാർക്സം, എന്താണ് സാമൂഹ്യ വികാസ ഘട്ടത്തിൻ്റെ ചരിത്രപരമായ ഭൗതികവാദം തുടങ്ങിയ നിരവധി ശാഖകളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതുമായി ബന്ധപ്പെട്ട 100 കണക്കിന് പുസ്തകങ്ങളുടെ വായനയും എല്ലാം കൂടി ചേർന്നപ്പോൾ സ്വാഭാവികമായിട്ടും 2 കാര്യമായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഒന്ന്, നന്നായിട്ട് പഠിക്കാനുള്ളൊരു ത്വര, ഒപ്പം ആ പഠിച്ച കാര്യങ്ങൾ പല വിഷയങ്ങളിലായിട്ട് സിമ്പോസിയങ്ങളിലും ക്ലാസ്സുകളിലും അവതരിപ്പിക്കാനുള്ള താല്പര്യം, ആ ക്ലാസ്സിലേക്ക് വേണ്ടി വരുന്ന തുടർച്ചയായിട്ടുള്ള പഠനവും തുടർച്ചയായിട്ടുള്ള ക്ലാസ്സും, ഈ പ്രക്രിയ തുടരുകയാണ് ഇപ്പോഴും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവസാനിച്ചു എന്നൊന്നും പറയാൻ സാധിക്കുന്നതല്ല. ആ പ്രക്രിയ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മാഷ് പറയുന്ന പലതും കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയാം എന്നുള്ള എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, ഇപ്പോഴും ഞാൻ സിമ്പിളായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിമ്പിളായിട്ടായി പറഞ്ഞതൊന്നും ആർക്കും മനസ്സിലാവാതില്ല എന്നാണ് എൻ്റെ തോന്നൽ. സിമ്പിളായിട്ടായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ KSYFൻ്റെയും DYFIൻ്റെയും ഒക്കെ സാധാരണ പ്രവർത്തകരോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ കുറച്ചുകൂടി ടഫായിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതെനിക്ക് തന്നെ പിന്നീട് ബോധ്യമായിട്ടുണ്ട്. കാരണം പലരും പറയുന്നതിന് അത്രത്തോളം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഞാനത് വളരെ ലളിതമാക്കാനാണ് ശ്രമിച്ചത്. മാർക്സിസ്റ്റ് ദർശനവും മാർക്സിസ്റ്റ് അർത്ഥശാസ്ത്രവും ചരിത്രപരമായ ഭൗതികവാദവും രാഷ്ട്രീയ പ്രമേയങ്ങളുമെല്ലാം വളരെ ലളിതമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഉദാഹരണങ്ങൾ സഹിതം വെച്ച് പറയാനുള്ള ശ്രമമാണ് പിന്നീട് ഞാൻ നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ആ രീതിയിലാണെന്നാണ് എൻ്റെ ധാരണ. പിന്നെ 1986 വരെ പിന്നെ മാഷ് യുവജന രംഗത്ത് ശക്തമായി പ്രവർത്തിച്ചു എന്നാണ് പറഞ്ഞത്. 86 വരെ. പിന്നെ ഈ നേരത്തെ നമ്മൾ 64 സ്പ്ലിറ്റ് പറഞ്ഞ പോലെ തന്നെ ഈ 86 പാർട്ടിയിലൊരു ചെറിയ സ്പ്ലിറ്റ് ഉണ്ടായി. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഒരു വൈകാരികമായ ഒരു നിലപാടെടുക്കാതെ
ഒരു രാഷ്ട്രീയപരമായ ഒരു നിലപാടാണ് മാഷ് എടുത്തതെന്നുള്ളതാണ് മാഷ് പറഞ്ഞത്. അതിൻ്റെ അങ്ങനെ വൈകാരികമായ ഒരു നിലപാടെടുക്കാത്തതിൻ്റെ പേരിൽ പല ആളുകളും പല സ്ഥലങ്ങളിൽ നിന്നും മാഷ് വിമർശിച്ചിട്ടുണ്ട്. അത് മാഷ് കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിനെപ്പറ്റി അത് രണ്ട് തരത്തിലും വിമർശനമുണ്ട്. ഒന്ന്, എം വി രാഘവനായിരുന്നു അന്ന് ഞങ്ങളുടെ യുവജന രംഗത്തുള്ള ഒരു വഴികാട്ടിയായിട്ട് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരാൾ. സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് വന്ന പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ എം വി രാഘവനും കുറേ ആളുകളും അറിയാലോ, ആ രാഷ്ട്രീയ രീതിയിൽ വന്ന പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവസരവാദപരമായ സമീപനം ഉൾപ്പെടെ വന്നപ്പോൾ ആശയപരമായിട്ടുള്ള ചർച്ചയും പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വന്നു. അത് പാർട്ടിക്കകത്ത് സ്വാഭാവികമാണ്. അത് ഈ 64 ഉള്ളതുപോലെയല്ല, എനിക്ക് നേരിട്ട് തന്നെ ബന്ധമുള്ളതാണ് ആശയസമരം. ഈ ആശയസമരത്തിൽ ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി കേഡർ എന്ന രീതിയിലുള്ള ഉത്തരവാദിത്വത്തോടുകൂടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ എം വി രാഘവൻ പാർട്ടി വിടുന്നു എന്ന് വരുന്ന ഘട്ടം വന്നു. സ്വാഭാവികമായിട്ടും എം വി രാഘവൻ ഉൾപ്പെടെയുള്ള പലരും പ്രതീക്ഷിച്ചത് ഞാൻ എം വി രാഘവൻ്റെ കൂടെ പോകുന്ന ഒരാളായിരിക്കും എന്നാണ്. അതാണ് ഒരു ഭാഗം. അങ്ങനെ പോകുമെന്നുള്ളതായിരുന്നു പലരുടെയും ധാരണ. അതാണ് മറുഭാഗം. ഈ രണ്ട് ഭാഗത്തുള്ള വിമർശനം ഉണ്ടായപ്പോഴും എനിക്കൊരു നിലപാട് മാത്രമേ സ്വീകരിക്കാനാവുള്ളൂ. അത് മാർക്സും ലെനിനിസം അനുസരിച്ച് സംഘടനാപരവും മാർക്സിസ്റ്റ് ദാർശനിക നിലപാടും സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എം വി രാഘവനോട് തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊപ്പം പാർട്ടിയെ സ്പ്ലിറ്റ് ചെയ്ത് വരാൻ സാധിക്കില്ല. അപ്പോൾ എം വി രാഘവൻ എന്നോട് എല്ലാം ചർച്ച ചെയ്തതിന് ശേഷം എന്നോട് പറഞ്ഞു, നിങ്ങൾ തന്നെ ആ പാർട്ടി തന്നെ സജീവമായി പ്രവർത്തിക്കണമെന്ന്. അതൊരു വളരെ അപൂർവമായ ഒരു സംഭവമായിരുന്നു. നിങ്ങളതിൽ തന്നെ പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞു. ഞാനതിൽ തന്നെ പ്രവർത്തിച്ചു. യഥാർത്ഥത്തിൽ പലരും പ്രതീക്ഷിച്ചിരുന്നു ഞാൻ അങ്ങോട്ട് പോകുന്നു, അവരും പ്രതീക്ഷിച്ചിരുന്നു ഞാൻ അങ്ങോട്ട് വരുന്നു. പക്ഷേ രാഷ്ട്രീയമായ നിലപാടിൽ നിന്ന് മാറാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ള ഉറച്ച സമീപനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പാർട്ടിയുടെ തന്നെ ഭാഗമായിട്ട് നിന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, എം വി രാഘവൻ്റെ രാഷ്ട്രീയ നിലപാടിനെതിരായിട്ടുള്ള കടുത്ത കടന്നാക്രമണം നടത്തിയ, അത് ചീത്ത പറഞ്ഞുകൊണ്ടല്ല, കൃത്യമായ രാഷ്ട്രീയ നിലപാട് വെച്ചുകൊണ്ട് അതിശക്തിയായിട്ട് വിമർശിച്ച ഒരാളാണ് ഞാൻ. ഞാനും പിണറായി വിജയൻ സഖാവും കൂടി ചേർന്നുകൊണ്ടാണ് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നത്. അന്ന് ആ സമയത്ത് 86 ഈ നടപടിക്ക് ശേഷം ഞാനന്ന് പ്രസംഗിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ദേശാഭിമാനി പത്രത്തിൻ്റെ ഒരു വലിയ ബാനർ ഹെഡിങ്ങിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. ആ വാർത്ത ഇങ്ങനെയായിരുന്നു, ഇത് ബൂർഷ്വാസിയുടെ രണ്ടാം മുഖമാണ് എന്നാണ്. ഇത് ബൂർഷ്വാ രാഷ്ട്രീയത്തിൻ്റെ രണ്ടാം മുഖമാണ് എം വി രാഘവൻ്റെ ഈ തരത്തിലുള്ള യാത്ര എന്ന് പറഞ്ഞു വെച്ചു. ആ പറഞ്ഞു വെച്ചതായിരുന്നു അന്നത്തെ ബാനർ ഹെഡിങ്ങായിട്ട് ദേശാഭിമാനി കൊടുത്തത്. അപ്പോൾ ആശയ വ്യക്തതയോടുകൂടി തന്നെയാണ് എം വി രാഘവനൊപ്പം പോകാതിരുന്നതും CPM-ൻ്റെ ഭാഗമായിട്ട് ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചതും ഒക്കെ ഈ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് രണ്ടു ഭാഗത്തും വിമർശനങ്ങളൊക്കെ ഉണ്ടാവാം. വിമർശനങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് കേട്ട് ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് പോയ ഒരാൾ പിന്നെ മാഷ്ക്കെതിരായിട്ട് ഒരു വിമർശനം ഉന്നയിച്ചു. അതുകൊണ്ടാണ് ഉന്നയിച്ചിട്ടുണ്ടാവും. കാരണം ഞാൻ പറഞ്ഞതുപോലെയാണ്, അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോകുന്നു. അവർക്ക് എന്നെ മനസ്സിലാവാതെ കൊണ്ടാണ് മാത്രമേ അർത്ഥമുള്ളൂ അതിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ലോകം ആകെ മാറിയിട്ടുണ്ട്. മാഷ് പിന്നെ രാഷ്ട്രീയ രംഗത്ത് വന്നപ്പോഴും മൊറാഴ എന്ന ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഒരു അവിടെ ജന്മം കൊണ്ട ഒരു മനുഷ്യൻ ഒന്ന് ഒരു വലിയ സോഷ്യലിസം ഇതൊക്കെയാണ് നമ്മൾ സ്വപ്നം കണ്ടത്. 89 ആകുമ്പോഴേക്ക് സോവിയറ്റ് യൂണിയൻ 90 ആകുമ്പോഴേക്ക് തകർന്നു. അത് കഴിഞ്ഞ് ലോകത്ത് മുഴുവൻ ഒരുപാട് പ്രതിസന്ധികളിലാണ് സോഷ്യലിസ്റ്റ് ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്ത തന്നെ നേരിടുന്നത്. ഈ അവസരത്തിൽ എങ്ങനെ ഒരു നിരാശയില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതിനെ പറ്റി മാഷിന് എന്താ പറയുന്നത്? ഒരു നിരാശയും ഉണ്ടാവേണ്ട കാര്യമില്ല. സാമൂഹ്യ പരിവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് ഉന്നം. നിലവിലുള്ള സാമൂഹ്യ വികാസ ഘട്ടങ്ങളെ ആകെ മനസ്സിലാക്കുക, പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ പഠിക്കാനുള്ള ഒരു ഉപകരണമാണ് ചരിത്രപരമായ ഭൗതികവാദം. ഇന്നേ വരെ നിലവിൽ വന്ന സാമൂഹ്യ വികാസ ഘട്ടങ്ങളിലെ ഉൽപ്പാദന വിതരണ ഘടനയാണല്ലോ പ്രധാനമായിട്ടും ആ സാമൂഹ്യ വ്യവസ്ഥ എന്താണെന്ന് നിർണ്ണയിക്കുന്നത്. അങ്ങനെയാണ് അടിമത്തം മുതൽ ഇങ്ങോട്ടുള്ള അടിമത്തം, അതുപോലെ തന്നെ ഭൂപ്രഭുത്വം, പിന്നീട് മുതലാളിത്തം, പിന്നീട് സോഷ്യലിസം, അതിൽ നിന്ന് കമ്മ്യൂണിസം, അങ്ങനെയാണല്ലോ നമ്മൾ കാണേണ്ടത്. അങ്ങനെ കാണുമ്പോൾ മുതലാളിത്തം പ്രതിസന്ധിയിലാണ്. മുതലാളിത്ത പ്രതിസന്ധി എന്താ? സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്നതാണ് മുതലാളിത്ത പ്രതിസന്ധി. ഈ പ്രതിസന്ധി ഇന്നല്ലെങ്കിൽ നാളെ അവസാനിപ്പിച്ചേ പറ്റൂ. അവസാനിപ്പിക്കുന്ന വർഗം, അധ്വാനിക്കുന്ന സ്വത്തുൽപാദിപ്പിക്കുന്ന വർഗം തൊഴിലാളി വർഗമാണ്. ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയിൽ നിന്നാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നത്. അവരുടെ കയ്യിലാണ് ഈ ഉൽപാദനോപാധികൾ. ഈ ഉൽപാദനോപാധികൾ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോഴാണ്
സമ്പത്ത് ജനതയുടെ പൂർണ്ണമായ സമ്പത്തായിട്ട് മാറുക. അപ്പോഴും മാത്രമേ ഇത് മാറുള്ളൂ. അപ്പോൾ ഉൽപ്പാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിൽ നിൽക്കുന്ന കാലത്തോളം, അത് മുതലാളിത്താണ്, കാലത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ വൈരുദ്ധ്യം ശക്തിപ്പെട്ട് നിൽക്കും. അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് ഉൽപ്പാദനോപാധികൾ സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനാവുമ്പോൾ സമൂഹം സോഷ്യലിസത്തിലേക്ക് നീങ്ങും. അതിൻ്റെ തുടർച്ചയിലാണ് കമ്മ്യൂണിസം രൂപപ്പെട്ട് വരിക. ഇത് അനിവാര്യമാണെന്ന ഉറച്ച വിശ്വാസമുള്ളൊരു കമ്മ്യൂണിസ്റ്റിന് നിരാശപ്പെടേണ്ട കാര്യമില്ല, വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഇതൊരു സയൻസാണ്, ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിലേക്ക് ലോകം പോവും ഇന്നല്ലെങ്കിൽ നാളെ. കുറച്ച് കൊല്ലം ചിലപ്പോൾ പിടിച്ചു എന്ന് വരും. സാമൂഹ്യ വികാസം എന്ന് പറയുന്നത് ഒരു കൊല്ലം കൊണ്ടോ ഒരു തലമുറ കൊണ്ടോ 2 തലമുറ കൊണ്ടോ ഉണ്ടായതല്ല. മനുഷ്യ കുലത്തിൻ്റെ പ്രായമെന്ന് പറയുന്നത് 50 ലക്ഷം മുതൽ 80 ലക്ഷം വരെ വർഷമായി. അത്ര ഒരു പാരമ്പര്യം ഈ മനുഷ്യ കുലത്തിനുണ്ട്. അതിൽ നിന്ന് സാമൂഹ്യ ജീവിതത്തിലേക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ ആധുനിക തലത്തിലേക്കും കടന്നു വന്നിട്ട് ആയിരക്കണക്കിന് വർഷമായിട്ടുണ്ട്. ഇനിയും നൂറുകണക്കിന് വർഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ സംഭവിക്കുന്നതാവാം. പക്ഷേ ലോകവ്യാപകമായിട്ട് ഈ ചൂഷണത്തിൻ്റെ, ഈ കൊള്ളയുടെ, ഈ ഒരു ഭാഗത്ത് സമ്പന്നത കൂടുക, മറുഭാഗത്ത് ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്ന ഈ പ്രക്രിയ അവസാനിപ്പിക്കാതെ മനുഷ്യ സമൂഹത്തിന്, മനുഷ്യകുലത്തിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഉറച്ച നിലപാടോടുകൂടി നിലനിൽക്കുന്ന സാമൂഹിക വികാസം ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്ന് മാറി അതിൻ്റെക്കാൾ ഉയർന്ന തലത്തിലേക്ക് ഉയർന്നു വരും. അത് സോഷ്യലിസത്തിലേക്കാണ്, അത് കമ്മ്യൂണിസ്റ്റിലേക്കാണ്. മനുഷ്യൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കാനാവുന്ന ചൂഷണരഹിതമായ ഒരു സമൂഹത്തിലേക്കാണ് ഈ രാജ്യം, ഈ ലോകം മാറുക എന്നുറച്ച് വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റിന് നിരാശയുടെ പ്രശ്നമില്ല. താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു പരാജയമോ അല്ലെങ്കിൽ താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു വിജയമോ അത് ആത്യന്തികമായ വിജയമാണെന്നോ അവസാനം വരെയുള്ള പരാജയമാണെന്നോ കമ്മ്യൂണിസ്റ്റുകാരൻ കാണേണ്ട കാര്യമില്ല. അതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തുടർച്ചയായിട്ടുള്ള പരാജയവും തുടർച്ചയായിട്ടുള്ള വിജയവും ഉണ്ടാവും. അതിൽ നിന്നാണ് ഈ സാമൂഹിക പരിവർത്തനത്തിലേക്ക് ലോകം മാറുക എന്ന വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പ്രവർത്തിക്കാൻ സാധിക്കുക. അതാണ് കാര്യം. മാഷ്, ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഒരു രാഷ്ട്രീയ നേതാവ് അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള രീതിയിൽ മാഷിൽ നിന്ന്, എം.വി. ഗോവിന്ദനിൽ നിന്ന് ഭാവി തലമുറ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരാകാൻ ആഗ്രഹിക്കുന്നവർ എന്താണ് പഠിക്കാൻ താങ്കൾ കാണുന്നത്? അതായത് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, തെറ്റായ എല്ലാറ്റിനോടും സന്ധിയില്ലാതെ സമരം ചെയ്യുക, മെറിറ്റായിരിക്കണം എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഇങ്ങനെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി വരുന്ന, ഫലപ്രദമായിട്ട് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇടപെടുന്ന ഒരു പ്രക്രിയയിലൂടെ മനുഷ്യനെ പുതിയ തലത്തിലേക്കുള്ള മനുഷ്യനായി രൂപപ്പെടുത്താനുള്ള ചവിട്ടുപടിയായി ജീവിതത്തെ ഉപയോഗിക്കുക. ഇതാണ് പറയാനുള്ളത്. മെറിറ്റാണ് അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെറിറ്റാണെന്ന് പറഞ്ഞാൽ ഈ മൂല്യങ്ങളെല്ലാം ചേരുന്നതാണല്ലോ മെറിറ്റ്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മെറിറ്റാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് റാങ്കല്ല. അല്ല, നമ്മൾ ഇപ്പം ഇന്ത്യയിൽ തന്നെ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതുപോലെ തന്നെ കേരളത്തിലടക്കം ഒരുപാട് പിന്നെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ 2004 അല്ലെ ആ കാലഘട്ടത്തിലൊക്കെ, അല്ലെങ്കിൽ 96 ഇപ്പം ജ്യോതിബാസു പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞ് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPM വളരെ ശക്തമായ ഒരു വലിയൊരു ഇലക്ടോറൽ ഫോഴ്സായിരുന്നു ഇന്ത്യയിൽ. അതുമാത്രമല്ല ഒരു ഇൻ്റലക്ച്വൽ പവർ ഹൗസും ആയിരുന്നു. പക്ഷെ അത് നമ്മൾ ചുരുങ്ങിപ്പോയില്ലേ? അതൊരു താൽക്കാലികമായ ഒരു പ്രതിഭാസമാണ്. അത്രയേ ഉള്ളൂ. താൽക്കാലികമായ പ്രതിഭാസമായിട്ട് മാത്രം കണ്ടാൽ മതി. ഇതിപ്പോൾ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒന്നൊന്നുമില്ല. ഈ വർഗീയവാദികളും തീവ്ര വലതുപക്ഷവും ലോകത്തിൻ്റെ മുമ്പിൽ ശക്തിയാർജിച്ച് നിൽക്കുന്ന ഒരു കാലമായത്. ഒന്നും കൂടി പറയാം, തീവ്ര വലതുപക്ഷവും വർഗീയ ധ്രുവീകരണ ശക്തികളും ലോകത്ത് ശക്തിപ്പെട്ട് നിൽക്കുന്ന ഒരു കാലമാണ്. ആ കാലത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പിന്നോട്ടടികളും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ആശയമുണ്ടല്ലോ, നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥയുടെ അന്ത്യം കുറിച്ചുകൊണ്ടുള്ള സാമൂഹ്യ പരിവർത്തനത്തിലേക്കുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയുടെ ദിശ, അത് ഒരു തരത്തിലും മാറില്ല. അത് കൃത്യമായിട്ട് മുന്നോട്ടേക്ക് പോകും. ചിലപ്പോൾ കാലെടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കൊല്ലം കൊണ്ടോ 10 കൊല്ലം കൊണ്ടോ സാധിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. അത് ചിലപ്പോൾ ഈ തലമുറ കൊണ്ട് മാത്രം സാധിക്കില്ല, അടുത്ത തലമുറയിലായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തെ തലമുറയായിരിക്കും. പക്ഷേ അത് അനിവാര്യമാണ്. ആ അനിവാര്യത ഉറച്ച ധാരണയോടുകൂടി കൈകാര്യം ചെയ്തു പോകുന്ന എത്ര പിന്നോക്കം പോയാലും നമുക്ക് ഈ ആശയത്തിൻ്റെ ഗൗരവതരമായ പശ്ചാത്തലത്തിൽ മുന്നോട്ടേക്ക് വരാൻ കഴിയും. അതാണ് കാര്യം.
ഈ ചർച്ച ഇവിടെ ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.